കേരളം ഒരുപക്ഷെ മലബാറിൽ ഉറ്റുനോക്കുന്ന ഒരിടം, അത് പൊന്നാനിയാണ്. പൊന്നാനിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് കൂടെ കിട്ടി. ഈ ചെറുപ്പക്കാരൻ വെറുതെ ഇങ്ങനെ വന്നതല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറേ നാളായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊച്ചു കണക്ക് പുസ്തകം. അപ്പോൾ തസ്നീം എന്നാണ് പേര്. തസ്നീം, ഞാൻ ചോദിക്കുന്നു, പൊന്നാനിയിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു പൊന്നാനിക്കാരെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മലപ്പുറംകാരനാണ്. മലപ്പുറം നമ്മുടെ ഇതിൽ വരുന്നത്. പക്ഷെ പൊന്നാനിയുമായി വളരെ അടുത്ത ബന്ധവും വളരെ അടുത്ത നിയോജകമണ്ഡലം കൂടിയാണ് പൊന്നാനിയിലെ. പൊന്നാനിയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് നോക്കിയാൽ ഇവിടെ PV അൻവറും ET മുഹമ്മദ് ബഷീറുമാണ് മത്സരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം, LDFിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് PV അൻവർ മുൻപ് മത്സരിച്ച V അബ്ദുറഹ്മാനുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര സ്ട്രെങ്ത് അല്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് V അബ്ദുറഹ്മാൻ്റെ വീട് തിരൂരാണ്. അദ്ദേഹം 15 വർഷം തിരൂരിലെ കൗൺസിലറായിരുന്നു, നഗരസഭയിലെ കൗൺസിലറായിരുന്നു. അത് കോൺഗ്രസ്സുകാരനായിരുന്ന അതേ അബ്ദുറഹ്മാൻ പിന്നീട് അവിടെ മത്സരിക്കുന്നു. പിന്നീട് അദ്ദേഹം അബ്ദുറഹ്മാൻ രണ്ടത്തനിയെ പരാജയപ്പെടുത്തുന്നു. അല്ല, ഒരുപക്ഷെ ഈ V അബ്ദുറഹ്മാൻ പിന്നെ ചിന്തിച്ചത് ഇനി ഞാൻ എന്തിന് എന്നുള്ളതായിരിക്കും, അല്ലേ? അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് തോന്നുന്നു. അതെ, അബ്ദുറഹ്മാൻ മത്സരിക്കുന്നെങ്കിൽ ഇപ്രാവശ്യം ചിലപ്പോൾ ജനസാധ്യത വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 25,000 വോട്ടിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസിന് മുഴുവൻ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു എഗെയിൻസ്റ്റ് ഒരു കാറ്റടിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതേ സമയത്ത് കുറച്ച് പോസിറ്റീവാണ് കോൺഗ്രസിന് പൊതുവെ, UDF കക്ഷികൾക്കുള്ളത് പൊതുവെ പോസിറ്റീവാണ്. പിന്നെ V അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നതിന് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യക്തിത്വം ആ നാട്ടുകാരനുമായിരുന്നു. ഞാൻ പറയില്ല, കോൺഗ്രസിൻ്റെ തന്നെ കൗൺസിലറായിട്ട് തിരൂരിൽ 15 വർഷം കൗൺസിലറായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പോൾ കഴിഞ്ഞ തവണ ശരിക്കും കോൺഗ്രസ്സുകാരെ വോട്ടാൻ നല്ലൊരു ശതമാനം കിട്ടിയിട്ടില്ല. ജയിച്ചതും അങ്ങനെയാണെന്ന് കരുതേണ്ടി വരും. ജയിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇപ്പോൾ VT ബലറാമിൻ്റെ തൃത്താല ഇറക്കം ഈ മണ്ഡലത്തിൽ വരുന്നതാണ്. കഴിഞ്ഞ വർഷം VT ബലറാം വിജയിച്ച ഇതിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ VT ബൽറാം അടക്കമുള്ളവർ ഇപ്പോ ഊർജ്ജസ്വലരായിട്ട് ഇപ്പൊ നിൽക്കുന്നു. അതോ VT ബൽറാം ആലത്തൂരിൽ നിൽക്കുകയാണോ? അല്ല, ഇവിടെ തന്നെയാണ്. പൊന്നാനിയിലും ആലത്തൂരിലും 2 സ്ഥലങ്ങളിൽ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, VT ബൽറാം പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷം കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നം, കോൺഗ്രസിന്റെ ലീഗിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ തവണ സ്വാഭാവികം. കാരണം എന്ന് പറഞ്ഞാൽ ഈ PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന പോലെ മറ്റേ ആപ്പിൾ എന്തോ ആപ്പിൾ മുന്നണി, പല്ല് തയ്ക്കുന്ന മുന്നണി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അല്ല, കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, SDPI-ക്കാരുണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, BJP-ക്കാർ പോലും ചിലയിടത്തോട്ട് തോന്നുന്നു, അല്ലേ? ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ല, ആ ഒരു പ്രശ്നമൊക്കെ അവിടെ സെറ്റിൽ ചെയ്തോ? എൻ്റെ അറിവില് കഴിഞ്ഞ തവണ 80,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന വോട്ട് 27,000-ലേക്ക് വന്നപ്പോൾ ഇപ്രാവശ്യം അത് ശരിക്കും പഠന വിഷയമാക്കിയിട്ടുണ്ട് ലീഗും UDF-ഉം. അതിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും ET-യുടെയും സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ ആര്യാടൻ മുഹമ്മദ് അതുപോലത്തെ നേതൃത്വമുള്ള കോൺഗ്രസ് നേതൃത്വം തന്നെ പൊന്നാനിയിൽ വരികയും പ്രാദേശികപരമായ പല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ തവണ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയാനെങ്കിൽ. ഇപ്രാവശ്യം ആ ഒരു ശ്രദ്ധ അവരെന്ത് ചെയ്തിട്ടുണ്ട് കൂടുതൽ. അതായത് ഈ അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം പൊന്നാനിയിൽ ഇപ്പോൾ വേറൊരു മാറ്റവും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ETക്ക് ലീഡ് കൂടും. ഏകദേശം 1,00,000 വോട്ടോളം ലീഡ് കിട്ടാനുള്ള സാധ്യത. അത് ഞാൻ കണ്ണുകള്ളതാണ്. അതെ, അത് ആരും അത്ഭുതപ്പെടും. അതിനുള്ള കാരണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ 10,000 വോട്ടോളം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ ഇന്നലെ നടന്ന അവരുടെ നയപ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞത് കുടിയേറ്റക്കാരനായ PV അൻവർ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല, അവരെ എതിർക്കുന്ന ആരാച്ചാൽ അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും. 10,000 വോട്ട് കിട്ടിയില്ലേ? ഏകദേശം വ്യത്യാസം. അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പൊന്നാനിയിൽ പോയി ആളുകളെയൊക്കെ കണ്ട ഇതാണ്, മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. തസ്നീമിനെ പോലെ തന്നെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ETക്ക് ഉണ്ടാകുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതെ, 25,000 1,00,000 ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അതിൽ നല്ലൊരു ശതമാനം കഴിഞ്ഞ പ്രാവശ്യം V അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി കിട്ടിയത് കോൺഗ്രസ്സുകാരെ വോട്ടാണ്. നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ വോട്ടാണ്. ആ പ്രശ്നങ്ങൾ കുറെ പരിഹാരം വന്നു കഴിഞ്ഞാൽ വോട്ട് ഇങ്ങോട്ട് കയറും. പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രധാന ഫാക്ടർ പറഞ്ഞാൽ ET മുഹമ്മദ് ബഷീറിന്
കഴിഞ്ഞ 5 വർഷം ലോകസഭയിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഡിബേറ്റിൽ അതുപോലെ ഇത്തരം കാര്യങ്ങൾ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വൺ ഓഫ് ബെസ്റ്റ് പാർലമെന്ററിയാണ് കേരളത്തിലെ ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇ.ടി. മുഹമ്മദ് ബഷീർ സംവരണ വിഷയത്തിലും അതുപോലെ മുത്തലാഖ് വിഷയത്തിലും ശക്തമായി പാർലമെന്റിൽ സംസാരിക്കുകയും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത വിഷയമാണ്. അതായത് നമ്മൾ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ നല്ല പാർലമെന്ററിയൻ, കുഞ്ഞാലിക്കുട്ടി പാർലമെന്ററിയൻ എന്നൊക്കെ അത്ര ശോഭിച്ചിട്ടില്ല. പക്ഷെ ഇ.ടിക്ക് അങ്ങനെ ഒരു ആരോപണമല്ല. ഇ.ടി വൺ ഓഫ് ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ ഇൻ കേരള. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കും കഴിഞ്ഞ തവണ 25,000 ജയിച്ചത് തന്നെ. ചിലപ്പോൾ വേറെ ആരായും ചിലപ്പോൾ തോൽക്കാൻ വരെ സാധ്യതയുണ്ട്. അതിപ്പം മാറി മറിയും എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? അത് മാറി പറഞ്ഞാൽ 4 ഇരട്ടിയാവും. അതിന് പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരെക്കാട്ടിൽ ആവേശം ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുണ്ട്. ആ കാറ്റ് അവിടെ ഒരു പൊന്നാനിയിൽ അടിക്കും. കാരണം നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ പ്രകടന ഇതിന് കൊടുക്കുക, അതായത് നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലീഗുകാരാണ് അവിടെ കണ്ടത് അല്ലേ? വയനാട്ടിൽ കണ്ടതും അത് ശരിക്കും പറയുമെങ്കിൽ ഈ ഇപ്പൊ നമ്മളൊരു ലീഗുമായി ബന്ധപ്പെട്ട ഫാമിലിയിലാണ്. അങ്ങനെ തന്നെ പറയാം. പിന്നെ ലീഗുകാരുടെ ഇടയിൽ ശരിക്കും പറയുകയാണെങ്കിൽ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് വളരെ അവർക്ക് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഇതാരാ ഈ മനുഷ്യൻ സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നവരോടാണ്. ആ നാടിനെ കുറിച്ച് അറിയാവുന്ന, ആ നാടിന്റെ കണക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. തസ്നീം, ഹാപ്പി ടു ബി വിത്ത് us.